വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വ്ളോഗ് ഗൈസ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുന്നേ എടുത്തതാണ്. ഒരാഴ്ച കൊണ്ട് വീട്ടിലെ മിക്സി കംപ്ലൈന്റ് ആയിരിക്കുന്നു ഗൈസ്. അപ്പൊ അത് റെഡിയാക്കാനായിട്ട് എനിക്ക് നെടുമങ്ങാട് വരെ പോകണമായിരുന്നു. അപ്പൊ ഞാൻ കുളിച്ച് റെഡിയായി നേരെ നെടുമങ്ങാട് പോയായിരുന്നു. അപ്പോഴാണ് ഈ വീട്ടിൽ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല ഗൈസ്. അപ്പൊ കറിക്ക് അരയ്ക്കാനും ബാക്കിയുള്ള ആവശ്യത്തിനുമായിട്ട് ഈ മിക്സിയിലെ ജാർ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നേരെ ഞാൻ അത് നന്നാക്കാനായിട്ട് നെടുമങ്ങാട് എടുത്തോണ്ട് പോയി. ഇനി നമുക്ക് നെടുമങ്ങാട് വെച്ചാണ് ഗായ്സ്. അപ്പൊ നമ്മള് മിക്സി നന്നാക്കാനായിട്ട് നേരെ ഇവിടുന്ന് താഴോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഇന്നെങ്കിലും നന്നായി കിട്ടുന്നുണ്ട്. വീട്ടില് ചമ്മന്തി അരയ്ക്കാൻ നിവർത്തിയില്ല ഗായ്സ്. അതുകൊണ്ട് അമ്മ രാവിലെ കയ്യിലെടുത്ത് തന്നെയാണ് നെടുമങ്ങാട് ഇവിടെ താഴെ ഒരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് മിക്സിയെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വേണം നമുക്ക് ഇനി അങ്ങോട്ട് പോകാനായിട്ട്. സോ ആ കാണുന്ന ഷോപ്പിന്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ബാഗ് കൂടെ കയറി പോയി കഴിഞ്ഞാൽ ഷോപ്പായി. അപ്പൊ അവിടെ മിക്സിയും കൊടുത്ത് മിക്സി അല്ല മിക്സിയുടെ എന്താണ് ജാറാണ്. അപ്പൊ ആ ജാറ് നമുക്ക് കൊടുത്തിട്ട് നേരെ പോകും. ഇതോ ആ കാണുന്ന സൈഡിൽ കൂടെയാണ് നമ്മൾ പോകേണ്ട. ആ സൈഡിൽ കൂടെ പോകാം. വാ ഓക്കെ കഴിക്കാൻ മിക്സിയിൽ തരും. ഇതാണ് സംഭവം. ഇതിന്റെ മൂട് പൊത്തിരിക്കുന്നു. അപ്പൊ ഇത് കാണിക്കുന്നു. ഇതിന്റെ ജാറിന്റെ മൂട് പുതിയ ജാർ എടുക്കണം. 290 എന്താ പൊട്ടിപ്പോയതാണോ? ജാമായല്ലേ? അപ്പൊ പിന്നെ ഇതായിട്ട് മാറാൻ കിട്ടില്ല. അതിനായിട്ട് പുതിയ എടുക്കണമല്ലോ. ഇത് മാറില്ലേ? ഓ ഇതിന്റെ ഈ പ്ലാസ്റ്റിക് ഹെഡ് നമുക്ക് സെപ്പറേറ്റ് കിട്ടൂലല്ലേ? അത് കിട്ടും. അത് ലേറ്റ് കൊടുക്കുമ്പോ തന്നെ അവർ 50 രൂപ വാങ്ങും അത് മാറാനേ. പിന്നെ 290 പോയിട്ടല്ലേ വരും. ഓ പോയിട്ട് വൈകുന്നേരം മതിയല്ലോ. നീ വൈകിട്ട് വന്നാൽ മതിയല്ലേ? ശരി. നമ്മൾ മിക്സി കൊടുത്ത് ഇനി നേരെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എവിടെ കണ്ടോ പോണം. നമുക്കൊരു അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ഉണ്ട് ഗൈസ്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഒരു ചേട്ടന്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പം ഫസ്റ്റ് ആ ചേട്ടനെ നമുക്ക് കാണാൻ പോകണം. കണ്ടിട്ട് നമുക്ക് നേരെ ഷോപ്പിലോട്ടോ. അതാണ് നെക്സ്റ്റ് പരിപാടി. ഇവിടുന്ന് ക്രോസ് ചെയ്തതുകൊണ്ട് വണ്ടി വരെയാണ് ഗൈസ്. കണ്ടില്ലേ? രാവിലെ തന്നെ ഭയങ്കര വെയില് മിക്സഡ് ആണ് അല്ലേടാ? അന്നത്തെ പോലെ വെയിലില്ലല്ലേ? രാവിലെ ആയതുകൊണ്ട് കട്ട വെയിലില്ല. കുറച്ച് വെയിലേ ഉള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് വെയിൽ വരെ വെയില് പോകും. സംഭവം ആക്ച്വലി ഒരു സൈഡിൽ നിന്ന് മഴക്കോട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ രാത്രിയാണെങ്കിൽ മഴ പെയ്തേ. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ രാവിലെ എണീച്ചോ മഴക്കോടുമില്ല ഒന്നുമില്ല. പിന്നെ നേരെ ഇറങ്ങി പറഞ്ഞു ഗായ്സ്. അപ്പൊ നമ്മൾ നടന്ന് നമ്മുടെ ചേട്ടന്റെ വീടിന്റെ അടുത്തോട്ട് ഇങ്ങനെ നമ്മുടെ സ്പോട്ടിലോട്ട് എത്താറായി ഗായ്സ്. കാണിച്ചു തരാം. കണ്ടില്ലേ? സിബി ഫ്രണ്ടേ നടന്നു പോവുകയാണ്. നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഈ ഒരു സ്റ്റൈലാണ്. സിബി പിറകെ ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പോകും. ഞാൻ ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യൽ ഇങ്ങനെ. അങ്ങനെ വീട് എവിടെ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ടോ? എനിക്കെങ്ങനെ അറിയാം? ഇവൻ വന്നിട്ട് വരുമില്ല. എനിക്കറിയാം. നമ്മൾ ഏകദേശം വീടിന്റെ ഫ്രണ്ട് എത്തി എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇതാണ് വീടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ഗായ്സ്, അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി അവിടെ ചേട്ടന് കാല് വയ്യാതേക്കണം. അപ്പൊ ഞാൻ പിന്നെ അവിടെ വെച്ച് വ്ളോഗ് ഷൂട്ട് ചെയ്യില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം ഗായ്സ്. ഷോപ്പിലോട്ട് പോയിട്ട് അവർ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കാനാണ് നമ്മളിന്ന് പോകണം. പോയി നോക്കാം. അങ്ങനെ 20 മിനിറ്റ് നമ്മൾ നടന്ന് ഷോപ്പിന്റെ ഫ്രണ്ടിലെത്തി ഗായ്സ്. ഇതോ ആ കാണുന്നതാണ് ഷോപ്പ്. അപ്പൊ ഇങ്ങോട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വന്നത് നമ്മൾ സിബി നടന്ന് തളർന്നാടോ? അതിലെന്ത് ഇതിന്റെ ഫ്രണ്ടിൽ കയറണം. ചോദിച്ചോക്കാം കേട്ടോ. ഇവിടെയാണോ? ഓ അതിലെയാണോ കേട്ടോ? ചേട്ടാ ബ്യൂട്ടി പാർലറിലോട്ടുള്ള വഴി ഇതിലെയാണോ? കയറിയോ? ഓക്കെ, അപ്പൊ നമ്മള് വഴിയിലോട്ട് അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ചർക്കൊന്നുമില്ല. നീ നോക്കി പോയാൽ മതി വീഴാതെ. അവൻ മോട്ടിവേഷൻ തന്നെ വീഴ്ത്തണം. ഒന്നല്ലോ ഫീലിംഗ്. നൈസ് ഗ്രേറ്റ് കേട്ടോ. അടിപൊളി. വ്ളോഗ് എടുക്കല്ലേ? ഞാൻ വ്ളോഗ് എടുത്തോണ്ടാണോ ഇവിടെ എടുക്കല്ലേ ഗായ്സ്? അപ്പൊ ഫൈനലി നമ്മളിവിടെ ഇന്ന് കുറെ നേരം സ്പെൻഡ് ചെയ്ത് ബാക്കി കണ്ടന്റ് സംഭവങ്ങളൊക്കെ എഴുതിയെടുത്ത്. എവിടെയുള്ള പേപ്പർ എങ്ങനെ കണ്ടന്റ് എല്ലാം നമ്മൾ അത്യാവശ്യം ഇവർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളെല്ലാം അനുസരിച്ച് നമ്മൾ കണ്ടന്റ് എല്ലാം എഴുതുന്ന. അവിടെ സിബി ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കുന്നു. സെൽഫി ഇറ അവര്. ആ സെൽഫിയിൽ ഞാനില്ലേ? സോറി. ഇല്ല അങ്ങനെയല്ലേ? അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തപ്പോ കണ്ടത്. ഓക്കെ, അപ്പൊ സെൽഫി സെറ്റ്. നമുക്ക് ഇവിടുന്ന് ചലിക്കണം. ഫുഡ് കഴിക്കണം. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞാൽ ചോദിച്ചോ. ഇവിടെ ഫുഡ് കഴിക്കാമോ? പറഞ്ഞോ. കഴിക്കാൻ പറ്റൂല. അവിടെ നിന്ന് കഴിക്കണം. പൈപ്പ് ഉണ്ടോ?
ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് ചലിക്കാനുള്ള പ്ലാനാണ്. സന്തോഷമായില്ലേ എനിക്ക്? സന്തോഷം. രാവിലെ ഒന്ന് ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടേക്കാണ് ഷൂട്ട് ചെയ്യണം ഗൈസ്. ഇത് ഇവരുടെ എംബ്ലം. സിബിങ്ങോടാ. ഹായ്, ഇത് കാണിക്കാനാ നീ ഇവിടെ വന്ന? ഞാനിവിടെ വല്ലതും കാണിക്കട്ടെ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മളെ വിഷ്ണു ചേട്ടൻ എന്താ ഗ്ലാസിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് എത്ര ദിവസം കഴിഞ്ഞ ചേട്ടാ സ്ക്രിപ്റ്റ് ഇത് ഷൂട്ട് ചെയ്യാൻ വരേണ്ട? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സിബിക്കാണ് ഡിമാൻഡ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് എന്താ ഒരു പ്രൊഫഷണൽ യൂട്യൂബർ ആയിപ്പോയി ഗൈസ്. അതുകൊണ്ട് സമയത്തിനെ വിഷ്ണു ചേട്ടന്റെ അടുത്ത് പറയത്തുള്ളൂ, അപ്പോഴേ നമ്മൾ വന്ന് ഷൂട്ട് ചെയ്യത്തുള്ളൂ. നൈസ്, കുറച്ച് പിക്ചേഴ്സ്. ആ നൈസ് അല്ലടാ. എനിക്ക് അയ്യോ, ജൂനിയർ വാണ്ടറൊക്കെ ക്യാരി വന്നപ്പോ മറ്റേ കാട് നട്ടിട്ടേക്കുന്ന ഒരു ലേഡി ദാസ്. അത് നമ്മൾ തുടക്കത്തിൽ കയറി വന്നപ്പോ ഒരു പിക്ചർ കാണിച്ചില്ലേ? ഇത് കണ്ടില്ലേ? ഈ സൈഡിൽ ഞാൻ കണ്ടില്ലേ? അത് സെറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഫുഡ് കഴിക്കാം. നീ എന്തൊരു തീ ഇട്ട? ചുമ്മാ ചളയിൽ അടിച്ചിട്ട് കാര്യമില്ല, നമുക്കപ്പോ കഴിയണ്ടേ. എടാ, ഇത് വെയിറ്റ് വാങ്ങാൻ പറ്റൂടെ? ഓൺ ചെയ്യണോ? നോക്കിയോ, 90 kg. ആയില്ലടാ നോക്കട്ടെ. കേറിക്കോ. നിനക്ക് വെയിറ്റ് ഉണ്ടോ? 62.2. 72 ആയിരുന്നു ഒരു വർഷത്തിന് മുന്നേ. എന്നാ പിടിച്ചോ, മൊബൈലിന്റെ വെയിറ്റ് കൂടെ കൂടുണ്ടേ. ഞാൻ എത്ര നോക്കട്ടെ. 55.7 ഗൈസ്. ഓക്കെ, 73 കിലോ ഉണ്ടായിരുന്നതാണ് ഞാൻ. ജിമ്മിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്തോണ്ട് ഞാൻ 55 കിലോ ആയി. എന്റെ പൊന്നു, വർക്കൗട്ട് സെറ്റ് ആകണം. നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ? ഡേ വർക്കൗട്ട് സ്റ്റാർട്ട് ആക്കി. അപ്പൊ അതില് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് പറയാം. 1 day പുഷപ്പ് ഉണ്ട്. അല്ലെ നീ പിടിച്ചോ. ഫസ്റ്റ് നോർമൽ ഗ്രൗണ്ട് എക്സസൈസ്, പിന്നെ 3 സെറ്റ് പുഷപ്പ്, പിന്നെ അല്ലാതെ വേറെ സെറ്റ് പുഷപ്പ്, പിന്നെ നോർമൽ പുള്ളപ്പ്. ഇത്രേ ചെയ്യണുള്ളൂ. ഡയറ്റ് നോർമൽ ഫുഡ്. ഡയറ്റ് അല്ല എക്സ്ട്രാ ഡയറ്റ് എന്ന്. ചോറ്, മീൻകറി, പച്ചക്കറി ഇതൊക്കെ തന്നെയാണ്. കണ്ടു, ഇതെനിക്ക് സബ്സ്ക്രൈബർ ഒരാൾ തന്ന ചാലഞ്ചാണ്. ഓക്കെ, 30 ഡേ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിനിപ്പോ 100 ഡേ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കണം. 30 ഡേ വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ല നമ്മളിപ്പോ വ്ളോഗിൽ നോർമൽ ഡെയിലി റൊട്ടീൻ പോലെ എന്ന് വെച്ചാൽ നിർത്താനില്ല, നമ്മൾ ഡെയിലി റൊട്ടീൻ പോലെ കൊണ്ടുപോകണം. വെയിറ്റ് കുറഞ്ഞത് ഞാൻ നടന്നതാണ്, ഒരുപാട് കിലോമീറ്റർ നടന്ന് കുറഞ്ഞതാവുന്നതാണ് എനിക്ക്. നിങ്ങളിപ്പോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യൂലല്ലോ? ഇല്ല, ഡാൻസ് കളിക്കാൻ പോയാൽ എനിക്ക് ഓർമ്മയില്ല. അന്ന് ഡാൻസ് വർക്കല പോയ അപ്പോഴാണ് ഒരുപാട് കുറഞ്ഞ നമുക്ക്. പിന്നെ റാപ്പ് സോങ് ചെയ്യുമായിരുന്നല്ല, അതിന് എന്ത്? അതിപ്പോ എല്ലാം കൂടെ ടൈമില്ല. ഡെയിലി വ്ളോഗ് തുടങ്ങിയപ്പോ നീ ഇപ്പൊ ഡെയിലി വ്ളോഗ് ചെയ്യാൻ തന്നെ ഭയങ്കര ടൈം എടുക്കും. അതിന്റെ ഇടയിൽ കൂടെ സോങ് അത് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാം. ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞ ഷാമ്പൂ ഇട്ട് കൈ കഴുകുക. ഇനിയിപ്പം സാമ്പാറിന്റെ കൂടെ കുഴച്ചുണ്ണ. പുഷ്പയുടെ റോളല്ലേ? പുഷ്പ പാർട്ടിയൊക്കെ ഉണ്ട്. ഞാൻ കൈ കഴിക്കട്ടെ. ഞാനവിടെ കൈ കഴിക്കട്ടെ. നമ്മളെ വിഷ്ണു ചേട്ടൻ കൈ കഴുകുന്നു. എന്നെ കണ്ട എത്ര വയസ്സോ? നിന്നെ കണ്ട ഡിസ്ക്രിപ്ഷനിൽ കമന്റ് അല്ല, കമന്റ് ബോക്സിൽ കണ്ട. അവന്റെ ഒരു ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ചെയ്യാനൊക്കെ പറയും. ചെറിയ എനിക്ക് 1.5 വർഷത്തെ എക്സ്പീരിയൻസ്. ഓ, പിന്നെ 6 വർഷത്തെ എക്സ്പീരിയൻസ്. നമ്മൾ അത്രയും വളർന്നു വരണില്ല, ഇനി പതുക്കെ വളർന്നു വരണേ. നട ഇനി നിന്നെ കൊണ്ട് വാ തുറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പലതും കേൾക്കേണ്ടി വരും. ഓക്കെ, എന്റെ അടുത്ത് വാ തുറക്കാൻ പറയും. ഇപ്പോഴും വയറ് വിശന്ന് കത്തിയാണ്. നമുക്ക് കഴിക്കാം. ഇവിടെ സിബി എന്തോ വിശേഷപ്പെട്ട ഫുഡ് കൊണ്ടുപോകും. ദോശ. ഞാൻ ചോറാണ്. ഞാൻ കാന ചോറ്. എനിക്ക് ചോറാണ് ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറെന്ന് എനിക്ക് മനസ്സിലായി. ചോറെടുക്കും. ദോശയും ഉരുളൻ കിഴങ്ങ് കറി. അവന്താ കഴിപ്പോന്നു. ഓ, ഇതെന്തൊരു വാഴടാ. എനിക്കാണെങ്കിൽ ചൂട് ചോറ് അല്ല, തണുത്ത ചോറ്. പക്ഷെ പൊതിച്ചോറ്. ഇവിടെ എന്താണ്? മാങ്ങ, പൊരിച്ച മീന്. ഇതെന്താണ് തോരൻ. ഒരു പൊരിച്ച മീന് സ്ഥിതിക്ക്. അത് ഈ ചോറ് കൊണ്ടുവരുന്നുണ്ടാണ് 2 പൊരിച്ച മീൻ അവരെടുക്കണം. ഇതെന്തോടാ? ചേരേ വെറുപ്പിച്ച് കൈ കൊടുത്ത ചുമ്മേടാ കഴി. ഇനി കൊറേ സാമ്പാർ. ഇത് സംഭവം നടന്നു. ഞാൻ ഇത് കാണിച്ചപ്പോ ചേട്ടൻ എന്തിരുന്നാണ് പറഞ്ഞത്? പോടാ ഗായ്സ്, ഇത് കാണിച്ചപ്പോ പുള്ളി നേരത്തെ പറഞ്ഞു എന്തിരുന്നാണ് ചേരയെന്ന്. എന്നിട്ട് നീ കഴി. കുറച്ച് സാമ്പാറും, കുറച്ച് പൊരിച്ച മീനും, കുറച്ച് തോരനും കൂടെ ഞവടി, ഒരു പീസ് മാങ്ങയും കൂടെ വെക്കാം. 2 പീസ്. ഇനി കഴിക്കാം. സത്യത്തിൽ ഫുഡ് എടുത്തില്ലേ തള്ളിപ്പോകും. അടിപൊളി. മാങ്ങ വേണോടാ നിനക്ക്? വാങ്ങോ. ഇനി അച്ചാറിൽ ഈത്തപ്പഴം അച്ചാറ്. ഈത്തപ്പഴം, മാങ്ങ, ഈത്തപ്പഴം ഇതും കൂടെ ഉണ്ടോ? ബീട്രൂട്ട് കൂടെ ഹെവി അച്ചാറാണ്. അച്ചാറിൽ എനിക്ക് വെളുത്തുള്ളി അച്ചാറാണ് ഇഷ്ടം. വെളുത്തുള്ളി അച്ചാർ എനിക്ക് അതെല്ലാം ഇഷ്ടം തന്നെ. പക്ഷെ ഫേവററ്റ് ഈത്തപ്പഴം, മാങ്ങ. സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ഫുഡ് വ്ളോഗ് എടുക്കണം. എന്ത് വേണം എടുക്കുക അല്ലേ? ലൈഫിൽ വരുന്ന എന്ത് സംഭവം വേണം എടുക്കാൻ. ഒരു വ്ളോഗിൽ തന്നെ ഫുഡ് വ്ളോഗ് കടന്നു പോകും. പിന്നെ അല്ലാതെ നമ്മുടെ ഒരു ജേർണി കടന്നു പോകും. ഒരുപാട് സംഭവങ്ങളാണ്.
എങ്ങനെയുണ്ടോ ദോശ? ദോശ കൊള്ളാം. ഈ വിഷം തിരുന്നോണ്ട് ഇനി എന്ത് ചമ്പായാലും ബിരിയാണിയുടെ ഫീൽ തന്നെ തിന്നും. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. എനിക്കിപ്പോ ഒരു ഡയലോഗ് ഇതാണ്, മറ്റേ അതിന്റെ നമ്മളെ മറ്റേ കപ്പലണ്ടിന്റെ ഫ്ലേവറിൽ ചോക്ലേറ്റ് ഉണ്ട്, സ്നാക്സ്. എന്തൊരു സ്നാക്സ്? ആ ഒരു വിശന്നാൽ നിങ്ങളല്ലാതെയാവും. ഇതിനൊക്കെ ട്രോള് കിട്ടും മിക്കവാറും. സ്നിക്കേഴ്സ് അതിനെ ആദ്യമാണെന്ന് ചോദിച്ചത്. കുറച്ച് സാമ്പാറും അവിടെ എടുത്ത് ഞാൻ അവിടെ ഒരു പിടി പിടിക്കും. മാങ്ങ. സത്യത്തിൽ ചേട്ടൻ എത്ര മണിയാകുമ്പോ കറക്റ്റ് രാവിലെ ആഹാരം കഴിക്കും? എനിക്ക് ഒരു 9:30 10 മണി. ഞാൻ 10 മണി. അല്ലാതെ കഴിച്ചാൽ എനിക്ക് ശരിയാവൂല. ആഹാ ഗായ്സ്, അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. ഗായ്സ്, അപ്പൊ നമ്മള് കഴിച്ച് എല്ലാം സെറ്റായി ഇറങ്ങടാ. പോവാ. ഫോട്ടോ കൂടെ കാണാം. ശരി, ഞാനിവിടെ പോയെന്ന് പറയാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയാണ്. ഈ പിക്ചറാണ് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫ്രണ്ടിലൂടെ ചെന്ന അടിപൊളി പിക്ചർ കേട്ടോ. ഒരു പിക്ക് എടുത്തോട്ടെ. ഇത്ര ആദ്യം അറിയാന്ന് വേണ്ട. എണീ ചെയ്യുന്നു ഒറ്റക്കാലിലേക്ക് നിൽക്കാൻ മനുഷ്യൻ പ്രേരണമാണ്. ഇത് എന്തൊരു ചെയ്യപ്പെടാ. ഇറങ്ങി. ഓക്കെ, നമ്മളങ്ങനെ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഒരു ദിവസം ഷൂട്ട് ചെയ്യാനായിട്ട് വേണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വർക്കിന്റെ കുറച്ച് സംഭവങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം ഗൈസ്. ഒത്തിരി ആശ്വാസമായി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ? ഇത്രയുണ്ടേ നമ്മള് ചാനലിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കൊടുത്ത മിക്സി നമുക്ക് വാങ്ങാനായിട്ട് പോകാം. അപ്പൊ അത് വാങ്ങണം. ഇപ്പൊ ഇവൻ നടന്ന് ക്ഷീണിച്ചത് ഇവിടെ സ്റ്റാൻഡിൽ പണി നടക്കണേ. അപ്പൊ ഇവിടുന്ന് ബസ്സില്ലേ, ഇവിടുന്ന് പുറത്താണ് ബസ് കയറണം. അപ്പോഴ് അത് നോക്കണം. ഫൈനലി നമ്മള് മിക്സി വാങ്ങി കഴിച്ചു. മിക്സിയല്ലേ എന്തോടാ ജാറ് നമ്മൾ വാങ്ങി. നമ്മൾ ഇന്നത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. നമ്മൾ ജാറ് വാങ്ങി. ഇന്ന് നല്ല തിരക്കല്ലേ, എല്ലാ ദിവസത്തിനെ കാട്ടി നല്ല തിരക്കുണ്ടല്ലേ. ഇതാണ് ഇവിടുത്തെ ചെയ്യാൻ പള്ളി കേട്ടാ. പ്രശ്നങ്ങൾ രാവിലെ തുടങ്ങുന്നത് ഏകദേശം ഒരു വൈകുന്നേരം ടൈം ആകുമ്പോഴേ തീർന്നു വരും. നമ്മൾ രാവിലെ കൊണ്ടൊന്ന് മിക്സി കൊണ്ടുവന്ന് കൊടുത്ത് ജാറ് എന്തോടാ ജാറ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുത്ത് ഉച്ചയായപ്പോൾ അത് റെഡി ആയി കിട്ടി. ഓക്കെ, ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനി നമ്മളിങ്ങനെ ലോവൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് അവിടെ പണി നടക്കുന്നുണ്ട്. ബസ്സിൽ കയറണമെങ്കിൽ നമ്മളിന്ന് പുറത്തിറങ്ങി വേറെ സ്ഥലത്ത് എവിടെയാണ് ബസ് കയറുന്നത്. ഇനി അത് കണ്ടുപിടിച്ചിട്ട് വേണം നേരെ വീഡിയോ കിട്ടും. അയ്യോ ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ എന്നെ നോക്കണം. പബ്ലിക് വ്ളോഗ് ചെയ്യണം എപ്പോഴും നമുക്കൊരു ഫിയറാണ്. പക്ഷെ നമ്മുടെ ഫിയറിനെ നമ്മൾ ഫേസ് ചെയ്യണം അല്ലേ? അതെ. ഓ, ഇവന് ഭയങ്കര ഇറിറ്റേഷനാണ്. ബട്ട് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഡു ഇറ്റ് ഗൈസ്. നമ്മളേതായിട്ടുള്ളൊരു വഴിയിൽ ചെയ്ത് അങ്ങ് പോകുക. അത് പബ്ലിക് വ്ളോഗിങ് ആയാലും എന്ത് സംഭവമായാലും എനിത്തിങ് ഇൻ യുവർ ലൈഫ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഡ്രീം നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് വരും. സോ ജസ്റ്റ് ഡു ഇറ്റ് യുവർ വേ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ആക്ച്വലി ബസ് കയറുന്ന അവിടെയാണ് ഗൈസ്. ആ ഒരു സൈഡിലാണ് ബസ് കയറുന്നത്. ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബസ് സ്റ്റാൻഡ് റിയൽ സൈഡിൽ നിന്ന് ഇപ്പൊ മാറ്റിയാൽ നമ്മൾ എവിടെയാണ് ബസ് വരണേന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് താമസം നമ്മൾ എടുക്കും. എന്നാലും കറക്റ്റ് എക്സാക്ട് പൊസിഷനിൽ നമ്മൾ എവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ബസ്സിൽ കയറി പോകാൻ പറ്റുള്ളൂ. ഇത് ഏത് ബസ്? ഇത് വന്നിട്ട് ISR വിദുര ചാത്തങ്കോട്. ഇതല്ല. ഓക്കെ, ഈ ബസ്സല്ല. നമുക്ക് പാലം ആറ്റിങ്ങൽ ബസ്സിലാണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, ഇത് നമ്മളെ ബസ്സല്ലേ? കയറണ്ടേ? നമ്മുടെ ബസ് ഇവിടെയാണ്. ഓക്കെ ഗൈസ്, ടൈം വന്നിട്ട് 3:13 ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ പോയിരിക്കുന്നത്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കയറി പോകുന്നതാണ് ആലോചിക്കണം. ഇതിൽ പോണ ഇവന് വീട്ടിലോട്ട് വണ്ടിയിലെ വേണം. ഓക്കെ, ഇവന് വീട്ടിലോട്ട് പോകാനേ ആഗ്രഹമില്ല. സംഭവം അതിൽ തിരക്കാണ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത ബസ്സിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവന് ഇരുന്ന് പോകണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരില്ലേ, പണ്ടത്തെ അപ്പൂപ്പന്മാരെയൊക്കെ പോലെ ഇരുന്ന് പോകണമെന്നാണ് ഇവന്റെ ആഗ്രഹം. ചേട്ടാ, നിങ്ങൾ കണ്ടന്റ് മാറ്റി വിട്ടാ പിന്നെ അവരാധിച്ചത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബസ്സിൽ പോകാം ഗൈസ്. എല്ലാം സിവി പറയും പോലെ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫൈനലി കുറേ നേരം കറങ്ങിയിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ബസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കയറി പോകുന്നത്. അങ്ങനെ കുറേ നേരം കറങ്ങി തിരിഞ്ഞൊക്കെ വന്ന് വീണ്ടും നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നേരെ ഇനിയിപ്പോൾ അടുത്ത ബസ് വന്നു. അല്ല, ഇനിയിപ്പോൾ ഇതിൽ കയറി നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഓക്കെ, ഭയങ്കര വെയിലാണ് ഗൈസ്. ദൈവമായി വെയിലെടുത്ത് സിവി സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഈ ബസ്സിൽ കയറാം ഗൈസ്. കയറണം, ബസ് കയറണം. സീറ്റ് കിട്ടൂല. ഒന്നേ തിരക്ക്. കയറി യെസ്, കയറി ഒരു സീറ്റ് വിടി. ഓക്കെ, അവിടെ എവിടെയെങ്കിലും ഇല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കാം ഗൈസ്. ഇനി എത്ര മണിക്ക് എടുക്കുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ എടുക്കുന്നതിൻ്റെ മോൻ എന്തൊരു ലുക്ക് ഗൈസ്. എന്റെ പൊന്നു, എഡിറ്റഡ് ആണ് മോൻ കേട്ടോ. പക്ഷെ എന്തായാലും അടിപൊളി. നീ ഋത്തിക്കിന്റെ ഫാനാണോ? വിദ്യുത് ജമാൽ ഇല്ലേ? ഓ, ഞാൻ ഋത്തിക്ക് ഫാനാണ് കേട്ടോ. പക്ഷെ എന്റെ പൊന്നു എന്ത് ലുക്ക്. ചുമ്മല്ലേ ഗ്രീക്ക് കോടെന്ന് വിളിക്കും കേട്ടോ. അടിപൊളി ഗൈസ്. 50 വയസ്സ് യവന സുന്ദരൻ 50ാം പിറന്നാൾ. ഒരിക്കൽ സിനിമയോട് വിട പറയാൻ ഒരുങ്ങിയ കൃതി. അതിന്റെ സ്റ്റോറി ഇനി എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഈ വയസ്സിൽ ഈ റേഞ്ചിൽ നിൽക്കുന്നെങ്കിൽ അമ്മാതിരി ഡയറ്റും എല്ലാം ഫോളോ ചെയ്താലേ പറ്റും. പിന്നെ നമുക്കൊരാളുണ്ടായത് മമ്മൂട്ടി. പിന്നെ
എന്തായാലും ഈ ഒരു പ്രായത്തിൽ ഈ റേഞ്ചിൽ നിൽക്കുന്ന സമ്മതിക്കണം. അടിപൊളിയാണ്. ഫോട്ടോ അപ്പൊ നമുക്ക് തിങ്കളാഴ്ച കാണാം. തന്നെ ഫോട്ടോ See you guys. ബൈ 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 ബൈ. ഓക്കെ, അങ്ങനെ സിബി പോയി. ഞാൻ വീട്ടിലോട്ട് പോകേണ്ട ഗൈസ്. ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന വീട് വരെ നടക്കുക, നേരെ വീടെത്തുക. ഓക്കെ, പിടിച്ചു തരാം. അങ്ങനെ ഒരു വിധത്തിൽ വീടെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റായി നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് ഇനി കൂടുതൽ ടൈം കളയാനായിട്ടില്ല. ഇനി നമുക്ക് കൂടുതൽ ടൈം കളയാനായിട്ടില്ല. ഇനി നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോകണം ഗൈസ്. അതായത് 30 ഡേയുടെ വർക്കൗട്ട് നമ്മൾ സീരീസ് തുടങ്ങിയിരിക്കണം. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ വർക്കൗട്ടിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അവിടുന്ന് ഇതുവരെ വന്നപ്പോൾ തന്നെ നല്ല ക്ഷീണമായി. ബട്ട് എന്തായാലും നമ്മുടെ വർക്കൗട്ടിൽ നമ്മൾ കോംപ്രമൈസ് ഇല്ല. ഇന്ന് നമുക്ക് വേറൊരു പ്ലേസിൽ ചെയ്യാം ഗൈസ്, കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇവിടെ കണ്ടില്ലേ, എന്റെ വരമ്പിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്ലേസിൽ നമുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള വർക്കൗട്ട് ചിന്നിങ് നമുക്ക് മുകളിൽ ഓടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചെയ്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് ഷോർട്സിനാണ് ഗൈസ് ഞാൻ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോസിൽ ഞാൻ അതിന്റെ അപ്ഡേറ്റ് ഞാൻ ഡെയിലി ബേസിസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഷോർട്സ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എന്തായാലും വന്നിരിക്കും. സെക്കൻഡ് ഡേ ഇന്നാണ്. അപ്പോൾ ഇന്ന് അത് വരെ വേണം. പക്ഷേ ഇന്ന് അത് ഷൂട്ട് ചെയ്ത് വരെ വേണം. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഡെയിലി വ്ളോഗ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്നതുകൊണ്ട് എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റക്കുകൾ വരുന്നുണ്ട്. ബട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ അത് സെറ്റ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞപ്പോഴും ഒരു തെറ്റ് ഒന്നുമില്ലേ, കുഴപ്പമില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി ഗ്രാബ് ചെയ്ത് നമ്മൾ ആ ഒരു ഗെയിനെ കൊണ്ടുവരും ഗൈസ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഒരു ഹോപ്പ്, എൻ്റെ മൈൻഡിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. സോ അപ്പോൾ നമുക്ക് ഇനി അധികം സമയം കളയാതെ വർക്കൗട്ട് കിട്ടും. ഓക്കെ, സംഭവം ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടമില്ല. ലൈറ്റിംഗ് വളരെ കുറവാണ് കേട്ടോ ഇവിടെ ചെയ്യാൻ. ഓക്കെ, വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തോട്ട് നമ്മൾ ചേഞ്ച് ആയാലേ സെറ്റ് ആവുള്ളൂ. ടെറസിന്റെ കൊണ്ടേ പോകും, അതാണ് നല്ലത്. വെട്ടം നല്ല കുറവ്. ഞാൻ ട്രൈപോഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വെട്ടമില്ല. വെട്ടം കുറവായതുകൊണ്ട് മുകളിലോട്ട് തന്നെ പോകാം. ടെറസിന്റെ മണ്ടയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല വെട്ടമുണ്ട്. ആകാശത്തിന് ഡയറക്റ്റ് ഉള്ള മോളിൽ നിന്നുള്ള ഡയറക്റ്റ് വെട്ടമുണ്ട്. കറക്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ഒരു സാധനം എന്തോ മറന്നല്ല, ചെരുപ്പെടുത്തില്ല. ഓക്കെ, അതാ അടക്കണം നമ്മള് ചെരുപ്പ്. കേറിക്കോ. യെസ്, മുകളിലോട്ട്. ഓക്കെ, ഈ സ്റ്റെപ്പ് വഴി കയറണം. കേറിക്കോ. പീസ് ഭാർഗവ് ഇതാ കിടക്കും. അപ്പൊ ഇവിടെ വർക്കൗട്ട് ചെയ്യാം ഗൈസ്. ഈ പ്ലേസിൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാം. അപ്പൊ റെഡി സ്റ്റാർട്ട്. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. ഓക്കെ, അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വ്ളോഗിന്റെ ഔട്ട്റോ തന്നെ എടുക്കുന്നത്. അന്നത്തെ ഡേയിൽ ഞാൻ ഒരു മിഡിൽ പോർഷൻ വെച്ച് എടുത്ത് എന്തെങ്കിലും നമ്മളെ വർക്കൗട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടെ വെച്ചാണ് ആ ഒരു ഡേയിലെ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഇൻട്രോയും എടുത്തില്ലായിരുന്നു, ഔട്ട്റോ എടുത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ ഫുട്ടേജ് എടുത്ത് എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പൊ ലാസ്റ്റ് ഞാൻ വന്നിട്ടാണ് ഇൻട്രോ ഹോസ്റ്റലിൽ എടുത്ത് നിങ്ങളെടുത്ത ആ ഒരു കാര്യം പറഞ്ഞു. പിന്നെ അതാ ഇപ്പൊ ഔട്ട്റോ എടുക്കുന്നത്. അന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നുകയും ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് നമ്മൾ അഡ്വർടൈസ്മെന്റ് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ മിക്സി നന്നാക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ അന്നത്തെ ദിവസത്തെ 2 സംഭവങ്ങൾ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയായിരുന്നു ഗൈസ്. അപ്പൊ മൊത്തത്തിൽ ഒരു വൈബ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നായിരുന്നു. സോ ഹാപ്പി. അപ്പൊ നമ്മുടെ ഡെയിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് നിങ്ങൾ താഴെ ഇടുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത് ഗൈസ്, 1 ഐഡിയ ലൈഫ് ഡെഡിക്കേറ്റഡ് യുവർ ഡ്രീംസ് ടു 1 ഐഡിയ. ഓക്കെ, എല്ലാവരുടെ ഡ്രീമും സാധ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി പൊട്ടിക്കും. ആ ബെല്ലൈക്കനിലൂടെ ഒരു പിടിക്ക് പിടിക്കുകയോ. പീസ്.